നമസ്കാരം. 2012 കേരളം കണ്ട അതിദാരുണമായ, അന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭയാനകമായ ഒരു കൊലപാതകം നടന്നത്. CPM എന്ന മാതൃസംഘടനയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് അതിൻ്റെ നയവൈകല്യങ്ങളുമായി ഇനി ചേർന്ന് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ CPMൻ്റെ ആദർശമുഖം നഷ്ടമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ TP ചന്ദ്രശേഖരൻ RMP എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കി CPMൽ നിന്നും വിട പറയുകയായിരുന്നു. അതിനുശേഷം, അതായത് TP ചന്ദ്രശേഖരൻ RMP രൂപീകരിച്ചതിന് ശേഷം തുടർന്ന് വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം CPMനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് RNP തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചത്. അതായത് വടകരയിലും ഒഞ്ചയത്തുമെല്ലാം CPM പിറന്നു വീണ് പിച്ചവെച്ച് വളർന്ന വടകരയിലും ഒഞ്ചയത്തും കണ്ണൂരിലുമെല്ലാം TP ചന്ദ്രശേഖരൻ്റെ RMP CPMനെ വേരോടെ പിഴുതെറിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയ CPMൻ്റെ സമുന്നതരായ നേതാക്കൾ തങ്ങളുടെ കാൽച്ചുവട്ടിലെ CPMൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണിൽ ഇളകി തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ CPM കാവാലികർ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുകയായിരുന്നു. വാടക കൊലയാളികളെ ഉപയോഗിച്ച് 51 വെട്ടുവെട്ടിയാണ് TP ചന്ദ്രശേഖരന്റെ മുഖം കല്ലിലടിച്ച പൂക്കൽ പോലെ ചിന്നിച്ചിതറിച്ച് ആ മനുഷ്യനെ അവർ വധിച്ചു കളഞ്ഞത്. ഇന്നിപ്പോൾ 2024 എത്തി നിൽക്കുന്നു. TP ചന്ദ്രശേഖരന്റെ വിധവ KK രമ നിയമസഭയിൽ MLA ആയിരിക്കുന്നു. ഏതാണ്ട് 13 വർഷക്കാലത്ത് അപ്പുറം നടന്ന ഈ കൊലപാതകത്തിൽ CPMലെ സമുന്നതരായ പലരും ഇപ്പോഴും ഞെട്ടിവിറയ്ക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ്റെ ആയ വിധവ KK രമ MLA നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാൻ പിണറായി വിജയൻ എന്ന CPMൻ്റെ ഇരട്ട ചങ്കുള്ളവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ധാർഷ്ട്യക്കാരനായ അഹങ്കാരിയായ മുഖ്യമന്ത്രിക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. പിണറായി വിജയന് TPയുടെ പ്രിയപത്നിയായ KK രമയുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ ഇനിയും ധൈര്യം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇരട്ട ജീവപര്യന്തത്തിനാണ് വിധിച്ചത്. ഏതാണ്ട് 11ഓളം പ്രതികളെയാണ് ഹൈക്കോടതി അന്ന് ശിക്ഷിച്ചത്. ഈ പ്രതികളിൽ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, എല്ലാ പ്രതികളും CPMൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ കൊലപാതകവുമായി, TPയുടെ കൊലപാതകവുമായി CPMന് യാതൊരു ബന്ധമില്ല എന്നാണ് 2012 അന്ന് മുതൽ ഇന്ന് വരെയും പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ CPMൻ്റെയും നേതാക്കൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും തന്നെ CPMകാരാണ്, CPMൻ്റെ പല ഭാരവാഹിത്വം ഉള്ള ആളുകൾ തന്നെയാണ്. TP ചന്ദ്രശേഖരൻ വധത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതെല്ലാം ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചില സംശയങ്ങൾ മാത്രമാണ് ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നത്. CPMൻ്റെ സമുന്നതരായ പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അന്വേഷണം കൃത്യമായ രീതിയിൽ നിഷ്പക്ഷമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ CPMൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രിപദം അലങ്കരിക്കുന്ന ആളുകൾ വരെ ജയിലിലാകും എന്ന് തന്നെയാണ് KK രമ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത്. RMPയും വിശ്വസിക്കുന്നത്, കേരളത്തിലെ സാധാരണക്കാരായ നിഷ്പക്ഷരായ ജനങ്ങളും വിശ്വസിക്കുന്നത്. വളരെ ആസൂത്രിതമായി CPMൻ്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ആലോചിച്ച് കൂടി നടത്തിയ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തി നടത്തിയ ഈ കൊലപാതകം തന്നെയാണ് കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ കൊലപാതകമായി ഇന്നും ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം TP ചന്ദ്രശേഖരന്റെ വിധവയായ KK രമ MLA നിയമസഭയിൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്നും ഒളിച്ചു പോകുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പീഡനം, ദളിത് വംശജർക്കെതിരെയുള്ള പീഡനം, ഇതിനെതിരെ സർക്കാർ എന്ത് തരത്തിലുള്ള നടപടിയാണ് എടുക്കുന്നത്? സർക്കാരും ആഭ്യന്തര വകുപ്പും ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ കുറ്റവാളികളെ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുന്ന, കുഞ്ഞു കുട്ടികളെ പോലും ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുന്ന ആളുകളെ വരെ സംരക്ഷിക്കുന്ന രീതിയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും കൈക്കൊള്ളുന്നത് എന്നാണ് ഇന്നലെ രമ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ രമയുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. സഭയിൽ നിന്ന് മുഖ്യമന്ത്രി മാറി നിന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. പകരം ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിനെയാണ് രമയുടെ സബ്മിഷന് മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. പതിവ് ശൈലിയിൽ തന്നെ വീണ ജോർജ് രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു നാണിച്ച് നാണം കെട്ട് നാറുകയായിരുന്നു എന്നുള്ളതാണ് വേറെ ഒരു വസ്തുത. ഒടുവിൽ സ്പീക്കർ ഷംസീർ തന്നെ വീണ ജോർജിന്റെ മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തിയത് ഇന്നലെ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് എടുത്ത ചില തീരുമാനങ്ങൾ, തലതിരിഞ്ഞ തീരുമാനങ്ങൾക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും KK രമയും ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചു പോവുകയുണ്ടായിരുന്നു.
അതായത് കെ രമ എന്ന ടി പി ചന്ദ്രശേഖരന്റെ വിധവയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്തെങ്കിലും ഒന്ന് പറയുവാൻ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് ഇരട്ടച്ചങ്ങൻ എന്ന് വിശേഷിപ്പിക്കുന്ന CPM-ന്റെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിക്ക് ചങ്കുറപ്പില്ല, ധൈര്യമില്ല എന്ന് തന്നെയാണ് ഈ രണ്ട് പ്രവൃത്തികളിലൂടെയും വെളിവാക്കുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്നും ഒളിച്ചു പോകുകയായിരുന്നു. ആരോഗ്യപരമായ എന്തെങ്കിലും കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച്, അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള കത്തുകളൊന്നും സഭയ്ക്ക് നൽകിയിരുന്നില്ല, സഭാനാഥനായ സ്പീക്കർക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് രമ അവതരിപ്പിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഭയമാണ്. രമയെ അഭിമുഖീകരിക്കുവാനും അവരുടെ കണ്ണുകളിലെ കനലുകൾ കണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും അവരെ നോക്കി നിന്ന് നേർക്ക് നേർ നിന്ന് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്ന സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പേടിച്ച് ചൂളിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് കെ രമയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ടി പി ചന്ദ്രശേഖരനോട് CPM കാണിച്ച നെറികേടുകൾക്ക് ഇപ്പോഴും CPM-ന് കെ രമയുടെ നേരെ നിന്നുകൊണ്ട് മറുപടി പറയുവാൻ സാധിക്കുന്നില്ല. അഥവാ CPM-ന് അടങ്ങാത്ത കുറ്റബോധമുണ്ട്. ആ പശ്ചാത്താപം കൊണ്ട് തന്നെയാണ് കെ രമയെ നിയമസഭയിൽ പോലും അഭിമുഖീകരിച്ച് സംസാരിക്കുവാൻ പിണറായി വിജയന് സാധിക്കാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം ഒന്നാകെ സംശയിക്കുന്നതും. ദളിതർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അക്രമങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് കെ രമ നിയമസഭയിൽ ഉറഞ്ഞു തുള്ളിയത്. ആലപ്പുഴയിലെ ഒരു ദളിത് പെൺകുട്ടിയെ അവളുടെ സഹോദരനെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവൾ ഓടിച്ചെന്നപ്പോൾ ഈ പെൺകുട്ടിയെ അക്രമികൾ ആക്രമിക്കുകയായിരുന്നു. അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ആ കുട്ടിയുടെ നാഭിയിലും മറ്റിടങ്ങളിലുമെല്ലാം അതിക്രൂരമായി മർദ്ദിച്ച് അക്രമികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന് തന്നെയായിരുന്നു രമ ആക്ഷേപം ഉന്നയിച്ചത്. അതുപോലെ തന്നെ വാളയാറിലെ 9 13 വയസ്സുള്ള 2 കുട്ടികളെ DYFI നേതാക്കൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് എന്ത് തരത്തിലുള്ള നടപടിയാണ് അവർക്കെതിരെ ഈ സർക്കാരും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും കൈക്കൊണ്ടത് എന്നുകൂടിയാണ് രമ ഇന്നലെ നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇതിനൊന്നും മറുപടി പറയാൻ സാധിക്കാതെ തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്നും ഒളിച്ചു പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും ആക്ഷേപിക്കുന്നത്. അതെന്ത് തന്നെയായാലും നിയമസഭയിൽ ഇന്നലെ കെ രമ ദളിതർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞതിന് കൃത്യമായ രീതിയിലൊരു മറുപടി ഉണ്ടായിരിക്കുന്നു. രമയുടെ പ്രസംഗത്തിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ആലപ്പുഴയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അത് നല്ല കാര്യം തന്നെ. ഏതായാലും നിയമസഭയിൽ രമയെ അഭിമുഖീകരിച്ചുകൊണ്ട് രമയുടെ കണ്ണുകളിൽ നോക്കി മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെങ്കിലും രമ ഉന്നയിച്ച വിഷയങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലെങ്കിലും ഒരു തീരുമാനമെടുത്തു നടപടി കൈക്കൊണ്ടതിൽ നമുക്ക് സമാശ്വസിക്കാം. എന്ത് തന്നെയായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന മട്ടിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അവസാന പ്രതികളെയും ജയിലഴിക്കുള്ളിലാക്കുന്നതുവരെ തനിക്ക് വിശ്രമമില്ല, RMPക്ക് വിശ്രമമില്ല എന്ന രീതിയിൽ തന്നെ കെ രമ MLA മുന്നോട്ട് പോകുന്നു. എന്തായാലും ടി പി ചന്ദ്രശേഖരന്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഒരു പറ്റം RMP പ്രവർത്തകരും ഇപ്പോഴും പറയുന്നത്. എന്തായാലും നിയമസഭയിൽ ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ രമ MLA ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്നിനെങ്കിലും കൃത്യമായ രീതിയിൽ സർക്കാർ നടപടിയെടുത്തു എന്നുള്ളതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് കെ രമയും പ്രതിപക്ഷ കക്ഷികളും.